ഇത്രയും പ്രായമുള്ള ഒരു അച്ഛന് സർജറി ചെയ്താലുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു, എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും ഒരു, നീ ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 5:30 വന്നു. വേദനയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. ആ സമയം വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറെ ഒന്നും ഞാൻ അന്ന് അതിനെപ്പറ്റി പ്രാർത്ഥിച്ചില്ല. അമ്മയോട് ഞാൻ പറഞ്ഞത്, അമ്മ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വപ്നത്തിലും അല്ലാതെയൊക്കെ അമ്മ സഞ്ചാരി മാതാവ് വരുന്നുണ്ടല്ലോ, ഈ വീട്ടിൽ അമ്മ വരുന്നില്ലേ, എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ. അപ്പം എൻ്റെ അലർജി പോയില്ലേനും വേണ്ടില്ല, എൻ്റെ അച്ചാച്ചൻ്റെ ഈ കിഡ്നിയിലെ സ്റ്റോണ് സർജറി ഇല്ലാതെ എനിക്ക് മാറ്റിത്തരണം. കാരണം ഇത്രയും പ്രായമായ ഒരാൾക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ മാതാവ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശുവേ നന്ദി, യേശുവേ മഹത്വം. എൻ്റെ പേര് സനിത. ഞാൻ കോഴിക്കോട് ജില്ലയിൽ നിന്നും ഈങ്ങാപ്പുഴയിൽ നിന്നും സ്ഥലത്താണ് വരുന്നത്. ഞാൻ 2023 ഫെബ്രുവരി 5-നാണ് ഇവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത്. എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് ഞാൻ അറിയുന്ന കൃപാസനത്തെ പറ്റിയും. കൃപാസനം, എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു, കുറേ നാളുകളായിട്ടുള്ള അലർജിയാണ്. ചുമയും തുമ്മലും ശ്വാസം മുട്ടും പിന്നെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, നീ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുക, അപ്പോൾ എങ്ങനെയും മാറ്റം വരും, ഒന്ന് വരാൻ പറഞ്ഞു. ആലപ്പുഴ ജില്ലയിൽ ഇത്ര ദൂരമായതുകൊണ്ട് ഇവിടെ എത്തിപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ കൃപാസനത്തിൽ എത്തുമെന്നോ ഞാൻ വിചാരിച്ചില്ല. അങ്ങനെ ഇവിടെ വന്നൊരു കുറച്ച് നാൾ അങ്ങനെ കഴിഞ്ഞ് ഇടയ്ക്ക് എനിക്ക് 2 പേപ്പറൊക്കെ കിട്ടി, അതൊക്കെ ഞാൻ വായിച്ചു. ഒരു ദിവസം ഈ ഫെബ്രുവരി മാസത്തിൽ എൻ്റെ കസിൻ പറഞ്ഞു, ഞാൻ കൃപാസനത്തിൽ പോകുന്നുണ്ട്, ചേച്ചി എൻ്റെ കൂടെ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വരുന്നുണ്ട്. ഹസ്ബൻഡ് വീട്ടുകാർ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നു ഉടമ്പടി എടുത്ത് എനിക്ക് കൃത്യമായിട്ട് ഉടമ്പടി ഒന്നും ശരിക്കും ചെയ്യാൻ പറ്റിയില്ല. കാരണം പേപ്പർ കറക്റ്റായിട്ട് കൊടുക്കാനോ അല്ലെങ്കിൽ കാരുണ്യ പ്രവർത്തനം ചെയ്യാനോ ഒന്നും അന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എങ്ങനെ ചെയ്യണം എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. കാരണം അച്ഛൻ്റെ ടോക്കോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് കുറേ ഉടമ്പടി ഏകദേശം ഒരു ലാസ്റ്റൊക്കെ ആയപ്പോഴാണ് എന്നെ യൂട്യൂബിൽ അത് കാണാനും അച്ഛൻ്റെ ടോക്ക് കേൾക്കാനൊക്കെ ഇടയായത്. അപ്പോഴത്തേക്ക് എൻ്റെ ഉടമ്പടി കഴിയാനായിരുന്നു. മെയ് 5-ന് കഴിയുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എൻ്റെ ചേച്ചീനെ പറഞ്ഞു വിട്ടിരുന്നു, ഇവിടെ ഉടമ്പടി എടുക്ക് ചേച്ചി, ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്ത് ചേച്ചി ഞാനും കൂടെ എൻ്റെ ഉടമ്പടി കാലാവധി കഴിഞ്ഞതിന് ശേഷം ഞാനും ചേച്ചിയും കൂടെ കാരുണ്യ പ്രവർത്തനത്തിനൊക്കെ ചെയ്യാൻ വേണ്ടി പോയി. പ്രേക്ഷിത പ്രവർത്തനമൊക്കെ കാര്യമായിട്ട് ചെയ്തു. എല്ലാം കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ജൂൺ 5-ന് എൻ്റെ ചെവിയിൽ സർജറി. പെട്ടെന്ന് എൻ്റെ ചെവിയിൽ ഒരു വലത് സൈഡിലെ ചെവിയിൽ ഒരു ഹോൾ ഉണ്ടായിരുന്നു. ഓൾറെഡി എനിക്ക് അലർജിയുടെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എനിക്ക് ഈ ചെവി പൊട്ടി ഹോൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ഇടയ്ക്ക് ഇങ്ങനെ അലർജി കൂടുമ്പോൾ ഇങ്ങനെ പഴുപ്പ് വരും, അത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിൽക്കും, അങ്ങനെ ആയിരുന്നു. ജൂൺ 5-ന് എനിക്ക് പെട്ടെന്ന് എൻ്റെ ഇടത് ചെവിയിലും കൂടെ എനിക്ക് ഈ പഴുപ്പ് പെട്ടെന്ന് പൊട്ടി, 2 ചെവിയും പെട്ടെന്ന് പഴുപ്പ് പൊട്ടി ഒഴുകുമായിരുന്നു കണ്ടിന്യൂസ് 1 മാസത്തോളം. അതിൻ്റെ ഇടയ്ക്ക് ഒരു 3-4 ഡോക്ടറെ കണ്ടു. ഡോക്ടർമാർ തരുന്ന ആൻറ്റിബയോട്ടിക് കഴിക്കും, മെഡിസിനൊക്കെ കഴിച്ചിട്ട് പോലും എനിക്ക് എൻ്റെ ഈ പഴുപ്പ് മാറുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ഡോക്ടർമാരെടുത്തു. അങ്ങനെ ജൂലൈ 24-ന് ഞാൻ 2ാമത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഇവിടെ വന്നു ഞാൻ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ തിരിച്ചു പോയി. എൻ്റെ ഈ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് തന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനം 3 ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ കൊടുത്ത് തീർക്കുകയും കാരുണ്യ പ്രവർത്തനം ചെയ്യുകയും ചെയ്തു. ഈ പഴുപ്പ് വെയിലും കൊണ്ടുപോയി. ഞാനും എൻ്റെ അച്ചാച്ചനും ഉണ്ടായിരുന്നു പേപ്പർ കൊടുക്കാനൊക്കെ ആയിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഈ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ, കോഴിക്കോട് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അലർജി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു. അലർജി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞത് 2 ചെവിയുടെ എൻഡോസ്കോപ്പി ചെയ്തപ്പം ഈ ഹോൾ ഇതിൽ വലത് ചെവിക്ക് 40% കേൾവിക്കുറവുണ്ട്, ഇടത് ചെവിയും ഹോള് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സർജറി വേണം. സർജറി നിങ്ങൾ US പോയി ചെയ്താലും അത് സക്സസ് ആവില്ല, കേരള ലോട്ടറി എടുത്തോ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. കേരള ലോട്ടറി എടുക്കുമ്പോൾ എങ്ങനെയാണ്, അതുപോലെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അലർജി ഉള്ളത് കൊണ്ട് രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി. അങ്ങനെ ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എനിക്ക് ബേബി മെമ്മോറിയൽ ഡോക്ടറെ കണ്ട് ഡോക്ടർ പറഞ്ഞു, അതൊന്നും ഞാൻ ഈ കാര്യമൊക്കെ ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സർജറി ചെയ്യാം, 2 ചെവി സർജറി ചെയ്യാം. വലത് ചെവിക്ക് ചെയ്യുമ്പോൾ ഇടത് ചെവിയുടെ പാച്ച് വർക്കിംഗ് നടത്താം, 2ഉം കൂടെ ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്.
അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരാഴ്ച ഡോക്ടർ മെഡിസിൻ തന്ന് വിട്ട് പിറ്റേ പ്രാവശ്യം ഞാൻ ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ എൻ്റെ ഇടത് ചെവി പൂർണ്ണമായിട്ടും അടഞ്ഞു എന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. കാരണം ഇടത് ചെവിയിൽ പഴുപ്പ് വന്നിട്ട് ഡോക്ടർ നോക്കി അത് സെക്ഷൻ ചെയ്തപ്പോൾ ഡോക്ടറിന് അതിനുള്ളിലേക്ക് സെക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. കാരണം അത് പഴുപ്പ് നിന്നിട്ട് അത് ഫംഗസ് പിടിച്ച് ചെവി മുഴുവൻ കുരുക്കൾ വന്ന് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ചെവി വലുതായിട്ടിരിക്കും, ഈ ചെവി സാധാരണ നോർമൽ ചെവി പോലെയായിട്ടായിരുന്നു. കാരണം തലയ്ക്ക് മുഴുവൻ വേദനയും വാ തുറക്കാൻ പറ്റുകയില്ലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെവിയിൽ ഫംഗസ് കയറിയിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഈ മെഡിസിൻ കഴിച്ചിട്ട് വരാൻ പറഞ്ഞു. അപ്പോൾ രണ്ടും കൂടെ സർജറി ചെയ്യാനുള്ള ഡേറ്റും തരാമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പിന്നെ ചെന്നപ്പം ഡോക്ടർ പറഞ്ഞു സർജറി ഈ ഇടത് ചെവിയിലെ സർജറി ചെയ്യേണ്ട ആവശ്യമില്ല, അത് പൂർണ്ണമായിട്ടും ഭേദമായി ഹോൾ അടഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ജൂലൈ 21 എൻ്റെ സർജറി, വലത് ചെവിയുടെ സർജറി കഴിഞ്ഞ മാസം ഞാൻ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, 3 മാസത്തേക്ക് ശ്രദ്ധിക്കണം, അലർജി ഉള്ളത് കൊണ്ട്, അതുകൊണ്ട് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ പോകുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു. ഇതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം. പിന്നെ രണ്ടാമത് ഞാൻ സർജറി കഴിഞ്ഞ് എൻ്റെ ജൂലൈ 21 കഴിഞ്ഞു. 2-ാം തീയതി ഓഗസ്റ്റ് 2 ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ഞാൻ വരുന്ന സമയത്ത് അച്ഛന് പെട്ടെന്ന്, ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനാണ്, ഹസ്ബൻഡ് അച്ഛന് പെട്ടെന്ന് മൂത്രം പോകാതെയായി. മൂത്രം പോകുന്നില്ല, ഭയങ്കര വയറുവേദനയും. ഓൾറെഡി അച്ഛന് BP-യും കൊളസ്ട്രോളും ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോകാൻ 4 മണിക്ക് പോയ മൂത്രമാണ്, പിന്നെ പോയിട്ടുണ്ടായിരുന്നില്ല. ഒരു 8:30 ആയപ്പോഴാണ് അച്ഛൻ നമ്മളോട് പറയുന്നത് ഇങ്ങനെ എനിക്ക് ഭയങ്കര വയറുവേദനയുണ്ട്, മൂത്രം പോകുന്നില്ല എന്ന് പറയുന്നത്. അങ്ങനെ ഡോക്ടർ, അപ്പം ഞാൻ പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കേണ്ട, ഇനി ഏതായാലും ഒന്ന് ഡോക്ടറെ അടുത്ത് കാണിക്കാം. ഫസ്റ്റ് എയ്ഡൊക്കെ ചെയ്ത് നോക്കി, കാരണം എന്നെ മൂത്രമൊഴിച്ച് പൈപ്പൊക്കെ തുറന്നിട്ട് മൂത്രമൊഴിച്ച് നോക്കിയിട്ടൊന്നും മൂത്രം പോകുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പം ഡോക്ടർ അവിടുന്ന് ട്യൂബ് ഇട്ട് മൂത്രം എടുത്തു, പിന്നെ ഒരു ഫ്ലൂയിഡൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് പോന്നു. പിറ്റേ ദിവസം ഒന്ന് സ്കാൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്കാൻ ചെയ്യാൻ പറഞ്ഞിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം സ്കാനിങ്ങിന് ബുക്ക് ചെയ്ത് പോന്നു. ഓൾറെഡി അച്ഛന് ഏപ്രിൽ മാസത്തിൽ ഇതുപോലെ ഒരു വയറുവേദന വന്ന് സ്കാൻ ചെയ്തപ്പോൾ 8 mm ഒരു സ്റ്റോൺ കിഡ്നിയിലുണ്ടെന്ന് പറഞ്ഞിരുന്നു. അത് ഞങ്ങൾ ഒരു 4 പ്രാവശ്യം ഒറ്റമൂലി മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് 5 mm ആയിട്ട് മാറിയിരുന്നു. പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, സാധാരണ രീതിയിൽ പോയി വെള്ളം കുടിക്കാൻ സാധാരണ രീതിയിൽ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഈ ഏപ്രിൽ മാസത്തിൽ ഇങ്ങനെ, ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇങ്ങനെ വേദന വന്നത്. അങ്ങനെ പിറ്റേ ദിവസം 5:30 ആയപ്പം പോയി ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞ് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ സ്കാനിങ് റിപ്പോർട്ടിൽ അത് 15 mm ആയിട്ട് ഉയർന്നിട്ടുണ്ട്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് അത് വികസിച്ചിട്ടുള്ളത് കൊണ്ട് സർജറിക്ക് ഡോക്ടർ എഴുതി തന്നു. മലബാർ ഹോസ്പിറ്റലിൽ പോയിട്ട് സർജറി ചെയ്യാൻ വേണ്ടി ഡോക്ടർ എഴുതി തന്നു. അങ്ങനെ ഇവർ ടെൻഷനോട് കൂടിയാണ് വന്നത്, കാരണം തലേ ദിവസം പോയപ്പോൾ തന്നെ BP 200/150 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ലാത്തൊരവസ്ഥ. കാരണം എനിക്കറിയാം, ഒരു ചെറിയ സർജറി ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടും വിഷമമൊക്കെ എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഇത്രയും പ്രായമുള്ള ഒരു അച്ഛന് സർജറി ചെയ്താലുള്ള ബുദ്ധിമുട്ടും ഉള്ളത് കൊണ്ട് എന്നോട് ഹസ്ബൻഡ് ചോദിച്ചു എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും ഒരു, നീ ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഒരു വഴി ദൈവം കാണിച്ചു തരും, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകുന്നേരം 5:30 ആയപ്പോൾ വന്നു. വേദനയൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു. ആ സമയം വൈകുന്നേരം ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് വേറെ ഒന്നും ഞാൻ അന്ന് അതിനെപ്പറ്റി പ്രാർത്ഥിച്ചില്ല. അമ്മയോട് ഞാൻ പറഞ്ഞത്, അമ്മ എല്ലായിടത്തും പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്വപ്നത്തിലും അല്ലാതെയൊക്കെ അമ്മ സഞ്ചാരി മാതാവ് വരുന്നുണ്ടല്ലോ, ഈ വീട്ടിൽ അമ്മ വരുന്നില്ലേ, എൻ്റെ അടുത്ത് വരുന്നില്ലല്ലോ. അപ്പം എൻ്റെ അലർജി പോയില്ലേലും വേണ്ടില്ല, എൻ്റെ അച്ചാച്ചൻ്റെ ഈ കിഡ്നിയിലെ സ്റ്റോണ് സർജറി ഇല്ലാതെ എനിക്ക് മാറ്റിത്തരണം. കാരണം ഇത്രയും പ്രായമായ ഒരാൾക്ക് സർജറി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അമ്മ മാതാവ് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ താഴേക്ക് ഇറങ്ങി തൈലമൊക്കെ താഴേക്ക് കൊണ്ടുവന്നു. അപ്പോഴത്തേക്ക് അച്ഛൻ ചോറൊക്കെ ഉണ്ട് കിടന്നിരുന്നു. അതുവരെ കുഴപ്പമൊന്നുമില്ലാത്ത ഒരാൾ കിടന്ന് ഞാൻ മോനും കൂടെ റൂമിൽ വന്ന് അച്ഛനോട് പറഞ്ഞു. അച്ഛൻ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സമയം ഞങ്ങൾ പ്രാർത്ഥിച്ചു. മുട്ടയെ കുത്തി നിന്ന് ഞാൻ കുറേ നേരം അമ്മയോട് പറഞ്ഞു, അമ്മ ഈ വീട്ടിൽ നിന്ന് വരണം, അച്ചാച്ചനെ ഒന്ന് തൊട്ടിട്ട് പോകണം. കാരണം അച്ചാച്ചന് തീരെ വയ്യ, കാരണം ആളുടെ ക്ഷീണമായി.
ആ സമയം എനിക്ക് വേറെ ഒന്നും വരുന്നുണ്ടായിരുന്നു, ആകെ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഞാൻ എൻ്റെ വീട്ടിലെ എല്ലാവരെയും ഞാൻ ഈ കൃപാസനത്തിൽ കൊണ്ടുവന്നോളാം, അച്ചാച്ചനെ ഞാൻ സാക്ഷ്യം പറയാൻ ഞാൻ കൊണ്ടുവന്നോളാം. അമ്മ മാതാവ് അച്ചാച്ചനെ തൊട്ടനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ഉടമ്പടി കാശുരൂപം അച്ചാച്ചൻ്റെ വയർത്തിത്ത് വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. തൈലം കൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ അത് അവിടെ നിന്ന് എഴുന്നേറ്റ് ഞാൻ പിന്നെ ഇപ്പുറത്തെ റൂമിൽ മോളുടെ അടുത്ത് വന്നപ്പോഴത്തേക്കും അച്ചാച്ചൻ പെട്ടെന്ന് ഇതാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്റ്റോൺ ഇതുമായിട്ട് എൻ്റെ കയ്യിലേക്ക് ഞങ്ങളുടെ കയ്യിൽ കൊണ്ടു തന്നു. ഇത് പെട്ടെന്ന് അച്ചാച്ചൻ കിടന്നുകൊണ്ടിരുന്ന സമയം ഞാൻ പ്രാർത്ഥിച്ചിങ്ങോട്ട് കടന്ന സമയത്ത് അച്ചാച്ചന് പെട്ടെന്ന് മുള്ളു കുത്തുന്ന പോലെ അച്ചാച്ചന് തോന്നിയെന്ന് പറഞ്ഞു. അച്ചാച്ചൻ പെട്ടെന്ന് മൂത്രം ഒഴിക്കണം തോന്നി. അങ്ങനെ ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തോ ഒന്ന് തള്ളി വിടുന്ന പോലെ അച്ചാച്ചന് തോന്നിയെന്നാണ് അച്ചാച്ചൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അത് അച്ചാച്ചൻ കണ്ടു എന്നാണ് പറഞ്ഞത്. ഈ സ്റ്റോൺ ഇങ്ങനെ താഴോട്ട് ചാടി പോകുന്നത് കാരണം ഇത് അച്ചാച്ചൻ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ പെട്ടെന്ന് മാതാവിൻ്റെ അടുത്തേക്ക് ഞാൻ ഓടിപ്പോയി. കാരണം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ആ ഒരു സമയം ഒരു 15 മിനിറ്റിനുള്ളിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 9:15 ആയപ്പോഴാണ് ഞാൻ അച്ചാച്ചൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചത്. ആ സമയം ഈ ഒരു 15 മിനിറ്റിനുള്ളിൽ ഈ സ്റ്റോൺ ഒരു പൊട്ട് പോലും പൊടിയാതെ, അതായത് ഇതിൻ്റെ ശരിക്കും നോക്കിയാൽ അറിയാം, ഇത് ശരിക്കും മുള്ളു പോലത്തെ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്, ശരിക്കും റൗണ്ട് പോലും അല്ല. അപ്പം ഈ യൂറിത്രയിൽ കൂടെ ഇത് പോകണമെങ്കിൽ, അത് ബ്ലീഡിങ് ഒന്നും ഇല്ലാതെ പോകണമെങ്കിൽ അത് അമ്മയുടെ കൃപ തന്നെയാണ്. തിരുക്കുമാരുടെയും അമ്മയുടെയും അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷി. ഇത്ര വലിയൊരു പെട്ടെന്ന് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്ന ഒരു അനുഗ്രഹത്തിന് ഞാൻ അമ്മ മാതാവിനോടും തിരുക്കുമാരോടും ഞാൻ 100,000 നന്ദി പറയുന്നു. പിന്നെ ഉള്ളത് എൻ്റെ വീട്ടിലെ അമ്മയ്ക്ക് ചൊറിച്ചിൽ 1 വർഷത്തോളമായി ചൊറിയാന്ന് പറഞ്ഞിട്ട് ചൊറിഞ്ഞങ്ങനെ പൊട്ടിക്കറക്കും. പിന്നെ ആയപ്പോഴത്തേക്കും ഏട്ടൻ്റെ മോൾക്കും പൂച്ചക്കുഞ്ഞുണ്ട്, പൂച്ചക്കുഞ്ഞിന് വരെ ചൊറിഞ്ഞു പൊട്ടി ഇങ്ങനെ പൊട്ടി സ്കിന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ ഞാൻ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം 1 പ്രാവശ്യം ഞാൻ ചെയ്തുള്ളൂ. അതിനുശേഷം ഈ നിമിഷം വരേക്കും അവർക്ക് ആ ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നും ഇതുവരെയായിട്ടും വന്നിട്ടില്ല. അതാണ് എനിക്ക് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. പിന്നെ ഞാനും ചേച്ചിയും കൂടെ ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാൻ, പ്രാർത്ഥന മാത്രം പോരാ, കാരുണ്യപ്രവർത്തനം കൂടെ ഞങ്ങൾ ചെയ്യാറുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ ഭക്ഷണം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി കൊടുക്കുകയും ഓട്ടിസം ബാധിച്ച ആളുകളടുത്ത് നമുക്ക് പുതിയത് വാങ്ങിക്കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും വസ്ത്രം ശേഖരിച്ച് ഞങ്ങൾ വീട്ടിലുള്ള ഒരുവിധം നല്ല വസ്ത്രങ്ങളൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ ഓട്ടിസം ബാധിച്ച് അവിടെ കൊടുക്കുകയും വൃദ്ധസ്ഥാനത്തിൽ പോയി ഭക്ഷണം കൊടുക്കുകയൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ അസുഖത്തിൻ്റെ ഇടയ്ക്ക് പോലും ഞാനും ചേച്ചിയും കൂടെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനിയും എനിക്ക് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി വൃത്തിയായി അല്ലെങ്കിൽ പൂർണ്ണതയോടുകൂടി ചെയ്യാൻ കഴിയണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. കാരണം ചില തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ വൃത്തിയായി ചെയ്യാൻ പറ്റണമെന്ന് ഞാൻ എപ്പോഴും മാതാവിനോടും തിരുക്കുമാരോടും ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ദൈവത്തിനും അമ്മ മാതാവിനും 100,000 നന്ദി പറയുന്നു.